ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പ്രതാപ് ജി ടെക്. ഒരു പവർ ബാങ്ക് നമുക്ക് എപ്പോഴും ആവശ്യമുള്ളൊരു ഘടകമാണ്. കറണ്ട് ഇല്ലാത്ത സമയത്താണെങ്കിലും ട്രാവൽ പോവുകയാണെങ്കിലും ഒരു നല്ല പവർ ബാങ്ക് കയ്യിലുണ്ടെങ്കിൽ നമുക്കൊരു ആശ്വാസമാണ്. അതിപ്പോൾ ഫോൺ ചാർജ് ചെയ്യാനാണെങ്കിലും ബ്ലൂടൂത്ത് ഹെഡ്സെറ്റുകൾ ചാർജ് ചെയ്യാനാണെങ്കിലും വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇന്ന് അത്തരത്തിലൊരു നല്ല പവർ ബാങ്കിനെ കുറിച്ചാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഇത് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുമോ, അതേപോലെ ഇത് മറ്റ് ഡിവൈസുകൾ ഫാസ്റ്റ് ചാർജ് ചെയ്യാൻ പറ്റുമോ? ഇതിന്റെ 20000 mAh പവർ ബാങ്ക് ആണ്. അപ്പോൾ ഇതിന്റെ ആക്ച്വൽ കപ്പാസിറ്റി 20000 mAh അല്ല, അതിനേക്കാൾ കുറവാണ്. അത് എന്തുകൊണ്ട് കുറയുന്നു, എത്രയാണ് കുറഞ്ഞിരിക്കുന്നത്, അതെങ്ങനെ കണക്കാക്കാം തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നമ്മളിന്ന് വാങ്ങിച്ചിരിക്കുന്നത് ഷവോമിയുടെ MI പവർ ബാങ്ക് 2i ആണ്. 20000 mAh ആണ് ഇതിന്റെ കപ്പാസിറ്റി. MI പവർ ബാങ്ക് 2i ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് കാണാം. തൊട്ട് താഴെ അതിന്റെ പ്രൊഡക്റ്റ് നെയിം പവർ ബാങ്ക്, അതിന്റെ താഴെ 5 വോട്ട് 2 ആമ്പ് 9 വോട്ട് 2 ആമ്പ് എന്ന് പറയുന്ന ഈ ഒരു ചാർജിങ് കപ്പാസിറ്റി, അതായത് ഈ ഒരു പവർ ബാങ്ക് ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പീഡാണ് കാണുന്നത്. ക്വിക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു പവർ ബാങ്ക് ആണ്. ഔട്ട്പുട്ട് പോർട്ട് USB-A 2 പോർട്ടുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഇൻപുട്ട് ചെയ്യാൻ, അതായത് ഈ പവർ ബാങ്ക് ചാർജ് ചെയ്യാൻ വേണ്ടി നമുക്ക് മൈക്രോ USB ആണ് നമുക്ക് കിട്ടുന്നത്. ഔട്ട്പുട്ട് ഇതിന്റെ പുറമെ ഉള്ള ഡിവൈസുകൾ ചാർജ് ചെയ്യാൻ നമുക്ക് ഇതിനകത്ത് 9 വോട്ട് 2 ആമ്പ് എന്ന് പറയുന്ന മാക്സിമം പവർ കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ 12 വോട്ട് 1.5 ആമ്പ്, അതും 18 വാട്ട് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്രൊഡക്റ്റ് മോഡൽ ഇൻപുട്ട് പോർട്ട് മൈക്രോ USB, അതേപോലെ തന്നെ സെൽ കപ്പാസിറ്റി 20000 mAh ആണ്. എന്നുവെച്ചാൽ ഇതിന്റെ മാക്സിമം കപ്പാസിറ്റി 20000 mAh ആണ്. 3.7 വാട്ടാണ് ഇതിന്റെ ഒരു പവർ എന്ന് പറയുന്നത്, ഈ ചാർജ് കയറുന്ന ഒരു പവർ എന്ന് പറയുന്നത്. അപ്പോൾ ആ പവറിലായിരിക്കും ഇതിനകത്ത് ഈ ചാർജ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ മാക്സിമം റീറ്റെയിൽ പ്രൈസ് 1990 രൂപയാണ്. പക്ഷേ ഇപ്പോൾ ഇത് 1490 രൂപയ്ക്ക് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, വേണ്ടവർക്ക് അത് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇനി പവർ ബാങ്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതിനകത്ത് കിട്ടുന്ന ഒരു യൂസർ മാനുവലും, അതേപോലെ ഒരു വൈറ്റ് പവർ ബാങ്കും 20000 mAh പവർ ബാങ്കും ഒരു USB കേബിളുമാണ്. ഈ 3 ഐറ്റമാണ് ഇതിനകത്തുള്ളത്. പവർ ബാങ്ക് നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ റിയർ സൈഡിൽ കുറേയധികം ഡീറ്റെയിൽസ്, അതിന്റെ ചാർജിങ് കപ്പാസിറ്റി, അതിന്റെ മോഡൽ, 20000 mAh, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിന്റെ റിയർ സൈഡിൽ എഴുതിയിട്ടുണ്ട്. ടോപ്പ് സൈഡിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല, MI എന്നുള്ള ലോഗോ, ബാക്കിയെല്ലാം ക്ലീൻ ആണ്. ഇതിന്റെ ഒരു ഗ്രിപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള ഒരു വൈറ്റ് ഡിസൈൻ ആണ്. ഒരു ചെറിയ ഗ്രിപ്പൊക്കെ ഉണ്ട് അതിന്റെ പുറമെ. അപ്പോൾ ആ ഗ്രിപ്പൊക്കെ കൂടി നല്ലൊരു ഗ്രിപ്പുള്ള പവർ ബാങ്ക് തന്നെയാണ്. ഇതിന്റെ റൈറ്റ് സൈഡിൽ നമുക്ക് ഒരു ബട്ടൺ കാണാം. ഇത് പവർ ഓൺ ഓഫ് ബട്ടൺ അല്ല, പകരം ഈ ഒരു ബട്ടണുമേ സിംഗിൾ ടാപ്പ് ചെയ്തിട്ട് നമ്മൾ ചാർജ് ചെയ്യുകയാണെങ്കിൽ ഫാസ്റ്റ് ചാർജിങ് പോലുള്ള സംവിധാനങ്ങളൊക്കെ വർക്ക് ചെയ്യും. നോർമൽ ആയിട്ടുള്ള ചാർജിങ് ആണ് നടക്കുക. അതേസമയം ഡബിൾ ടാപ്പ് ചെയ്തുകൊണ്ടാണ് ചാർജ് ചെയ്യുന്നതെങ്കിൽ ലോ ചാർജിങ് ആയിരിക്കും നടക്കുക. അതായത് നമ്മുടെ ബ്ലൂടൂത്ത് പോലുള്ള സംഭവങ്ങളൊക്കെ ചാർജ് ചെയ്യുമ്പോൾ നമുക്ക് ലോ ചാർജ് മതി. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഡബിൾ ടാപ്പ് ചെയ്തുകൊണ്ട് വേണം ചാർജ് ചെയ്യാൻ. ഇനി ഇതിന്റെ ഫ്രണ്ട് സൈഡിൽ നമുക്ക് USB ടൈപ്പ് A 2 പോർട്ടുകൾ, അതായത് ഈ ഒരു പവർ ബാങ്കിൽ നിന്ന് മറ്റുള്ള ഫോണുകൾ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പോർട്ടിലേക്കാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. സെൻറ്ററിൽ കാണുന്നത് മൈക്രോ USB പോർട്ടാണ്. ടൈപ്പ് C പോർട്ടൊന്നും വരുന്നില്ല, മൈക്രോ USB പോർട്ടാണ്. ഇതിലൂടെയാണ് നമ്മൾ ഈ പവർ ബാങ്ക് ചാർജ് ചെയ്യുന്നത്. ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യും. അതിന്റെ മുകളിൽ 4 LED ലൈറ്റുകൾ കാണാം. ആ 4 ഇതിന്റെ പവർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. 4 ഫുള്ളും തെളിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ പവർ ബാങ്ക് ഫുൾ ചാർജറാണ്. അതേപോലെ തന്നെ 3 തെളിഞ്ഞ് നിൽക്കുന്നെങ്കിൽ 75% ബാറ്ററി ഉള്ളൂ. 2 ആണെങ്കിൽ 50%, ഒരു ലൈറ്റ് ആണെങ്കിൽ അത് 25%. ലൈറ്റ് എല്ലാം ഓഫ് ആകുമ്പോൾ പവർ ബാങ്ക് കാലിയായി എന്നർത്ഥം. റീചാർജ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഈ പവർ ബാങ്കിന്റെ ഡിസൈൻ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ മാക്സിമം കപ്പാസിറ്റി, സെൽ കപ്പാസിറ്റി 20000 mAh ആണ്. ഇതുകൊണ്ട് ഞാൻ എൻ്റെ ഫോണുകൾ ചാർജ് ചെയ്തു. 5000 mAh ഒരു ഗാലക്സി ടാബ്, അതേപോലെ റെഡ്മി നോട്ട് 7 Pro 4000 mAh, അതേപോലെ തന്നെ ഒരു Honor 9 Lite ഒരു 3000 mAh, അതേപോലെ തന്നെ നമ്മുടെ ഒരു iPhone 7 Plus ഒരു 2900 mAh. അങ്ങനെ ഇതൊക്കെ കൂടി ചാർജ് ചെയ്തെടുത്തപ്പോൾ നമുക്ക് കിട്ടിയ ഒരു മാക്സിമം കപ്പാസിറ്റി എന്ന് പറയുന്നത് 14900 mAh ആണ്. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? 14900 mAh ആണ് നമുക്ക് കിട്ടിയത്. ഫാസ്റ്റ് ചാർജിങ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് കണക്ട് ചെയ്താൽ തന്നെ നമ്മുടെ സാധാരണ കേബിൾ വെറുതെ, നമ്മുടെ ഇപ്പോൾ റെഡ്മി നോട്ട് 7 Pro ഒക്കെ അതിന്റെ കേബിൾ വെറുതെ ഇതിനകത്ത് കണക്ട് ചെയ്താൽ തന്നെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫാസ്റ്റ് ചാർജ് ആണ് നടക്കുന്നത്. അപ്പോൾ ഫാസ്റ്റ് ചാർജിങ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ എങ്കിലും 14900 mAh കിട്ടിയുള്ളൂ. 20000 mAh ആണ് ഈ പവർ ബാങ്ക്. എന്താണ് സംഭവിച്ചത്? ഇതിന്റെ സെൽ കപ്പാസിറ്റി 20000 mAh ആണ്. ഇതിന്റെ സ്പെസിഫിക്കേഷൻ കാണിച്ച സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു. ആ 20000 mAh 3.7 വാട്ട് എന്നാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പവറിലാണ് ഇതിനകത്ത് ബാറ്ററി സ്റ്റോർ ചെയ്തിരിക്കുന്നത്, ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ കറണ്ട് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു സംഭവം നമ്മുടെ ഫോണുകൾ ചാർജ് ചെയ്യുമ്പോൾ 5 വോട്ട് 2 ആമ്പ് അല്ലെങ്കിൽ 5 വോട്ട് 4 ആമ്പ് അങ്ങനെയൊക്കെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ 5 വോട്ട് എന്ന് പറയുന്നിടത്താണ് മിനിമം നമ്മുടെ ഫോണുകളൊക്കെ ചാർജ് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് ഈ 3.7 വോട്ടിനെ കൺവേർട്ട് ചെയ്യണം. ആ ഒരു കൺവേർഷൻ ഇതിനകത്ത് നടക്കും. അങ്ങനെ കൺവേർഷൻ നടക്കുമ്പോൾ അതിൽ നിന്ന് കുറച്ച് ബാറ്ററി ലോസ് ആവും, ഹീറ്റ് ആയിട്ട് മാറ്റുമൊക്കെ നമുക്ക് കുറേ അധികം ബാറ്ററി ലോസ് ആയി പോകും, അല്ലെങ്കിൽ നഷ്ടപ്പെട്ട് പോകുന്നുണ്ട്. ആ ഒരു നഷ്ടപ്പെടലിനെയാണ് നമ്മൾ കൺവേർഷൻ ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ കൺവേർഷൻ ലോസ് ആയിട്ട് ഒരു 5000 mAh ബാറ്ററി നമുക്ക് ഇതിനകത്ത് നഷ്ടപ്പെടുന്നുണ്ട്. ആ നഷ്ടപ്പെട്ടതിന് ശേഷം ബാക്കിയുള്ളതാണ്
14,900 mAh എന്ന് പറയുന്ന എനിക്ക് കിട്ടിയ ആക്ച്വൽ കപ്പാസിറ്റി. അപ്പോൾ 20,000 mAh ഈ ഒരു പവർ ബാങ്കിന്റെ യഥാർത്ഥ കപ്പാസിറ്റി 14,900 അല്ലെങ്കിൽ 15,000 mAh എന്ന് പറയുന്ന ആ ഒരു ലെവലിലാണ് നിൽക്കുന്നത്. എന്ന് വെച്ചാൽ ശരിക്കും ഈ പവർ ബാങ്കിന്റെ ഒരു കപ്പാസിറ്റി ആയിട്ട് പറയേണ്ടത് 15,000 mAh പവർ ബാങ്ക് എന്നാണ്. പക്ഷേ ഷവോമി പറഞ്ഞിരിക്കുന്നത് 20,000 mAh എന്നാണ്. അപ്പോൾ അത് ഫേക്ക് ആണോ? ഫേക്ക് ഒന്നുമല്ല, അത് അങ്ങനെ തന്നെയാണ് മിക്കവാറും എല്ലാ കമ്പനികളും പറയുക. ചില കമ്പനികളാണെങ്കിൽ ശരിക്കുള്ള പവർ അതിൻ്റെ അടിയിൽ ചെറുതായിട്ടൊക്കെ എഴുതി കാണിക്കും, എങ്കിലും അവരും മുകളിൽ നമുക്ക് ശരിക്കുള്ള സെൽ കപ്പാസിറ്റി തന്നെയാണ് കാണിക്കുക. അപ്പം അതൊരു തട്ടിപ്പായിട്ടൊന്നും പറയാനില്ല. ഒരർത്ഥത്തിൽ ചിന്തിച്ചാൽ ചിലപ്പോൾ അതൊരു തട്ടിപ്പായിട്ട് തോന്നാം, പക്ഷേ എങ്കിലും അത് അങ്ങനെയല്ല. സെൽ കപ്പാസിറ്റി 20,000 mAh ആക്ച്വൽ കപ്പാസിറ്റി മനസ്സിലാക്കാൻ 3.7 എന്ന് അവർ അവിടെ എഴുതിയിട്ടുണ്ട്. ആ 3.7 വെച്ച് നമുക്ക് ഈസി ആയിട്ട് ഇത് കണക്കാക്കാൻ പറ്റും. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ 20,000 mAh ഇൻറ്റു 3.7 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു എമൗണ്ട് കിട്ടും. അതിനെ ബൈ, നമുക്ക് ആവശ്യമുള്ളത് 5 watt ആണ്. അപ്പോൾ 5 watt എന്ന് ബൈ കൊടുത്താൽ, അതായത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കുള്ളതിൻ്റെ കപ്പാസിറ്റി 14,800 എന്നുള്ളത് കാണാൻ പറ്റും. എന്നെ സംബന്ധിച്ച് ഒരു 100 mAh അതായത് 14,900 mAh കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സെൽ അല്ലെങ്കിൽ ഈ ഒരു പവർ ബാങ്ക് എനിക്ക് മാക്സിമം കപ്പാസിറ്റി തന്നിട്ടുള്ള ഒരു നല്ല പവർ ബാങ്ക് ആണ്. ഇതിൻ്റെ ചാർജിങ് ടൈം നമ്മുടെ ക്വിക്ക് ചാർജ് ഉപയോഗിച്ചുകൊണ്ട് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 4:45 ചാർജിന് ഇട്ടിട്ട് എനിക്ക് 12:15 ഇതൊരു ഫുൾ ചാർജായി കിട്ടിയത്. അപ്പോൾ ഒരു 7-7.5 മണിക്കൂറോളം എടുത്തിട്ടാണ് ഇത് ഫുൾ ചാർജ് ആവുന്നത്. 20,000 mAh ബാറ്ററി ആണ്. അതുകൊണ്ട് തന്നെ ഈ 7.5 മണിക്കൂർ എന്ന് പറയുന്നത് ഒരു വലിയ ദോഷമായിട്ടൊന്നും കാണരുത്. 20,000 mAh ഉണ്ട്, അത് ചാർജ് ആവാൻ ഇത്രയും സമയം, ഇതിൽ കൂടുതൽ സമയവും എടുക്കാം. അപ്പോൾ എന്തായാലും അതെങ്ങനെയെങ്കിലും ആവട്ടെ, 20,000 mAh ഒരു തവണ ചാർജ് ചെയ്ത് കിട്ടിയാൽ നമുക്ക് 15,000 mAh ഒരു പവർ നമ്മുടെ കയ്യിലിരിക്കും. iPhone 7 Plus ഒക്കെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ എനിക്ക് ഒരു 4-5 തവണയൊക്കെ സുഖമായിട്ട് ചാർജ് ചെയ്യാനുള്ള ഒരു ചാർജ് ഇതിനകത്ത് കിട്ടും. അപ്പം നല്ലൊരു സംഭവമാണ് ഈ പവർ ബാങ്ക്. ഇതിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. പിന്നെ ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഈ ഒരു പവർ കിട്ടുമോ? 14,900 mAh മാക്സിമം പവർ കിട്ടുമോ? ഇല്ല, എല്ലാവർക്കും കിട്ടില്ല. ഇതിൻ്റെ ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത് ഈ പവർ ബാങ്കിൻ്റെ ഒരു ക്വാളിറ്റി, ഇത് MI പവർ ബാങ്ക് ഇട്ടുപോയി MIയിലേക്ക് യാതൊരു കംപ്ലൈൻറ്റും ഇല്ല, പെർഫെക്റ്റ് കണ്ടീഷനാണ്. അതുകൊണ്ട് എനിക്കതിൽ നിന്ന് മാക്സിമം പവർ കിട്ടുന്നു. അതേപോലെ നമ്മുടെ ഫോണുകൾ, ആ ചാർജ് ചെയ്യുന്ന ഫോണുകളും നല്ല കണ്ടീഷനിലാണെങ്കിലാണ് ഈ പറഞ്ഞ യഥാർത്ഥ 14,900 mAh മാക്സിമം പവർ കിട്ടുള്ളൂ. അതല്ലെങ്കിൽ ചിലപ്പോൾ 13,000 കിട്ടാം, 14,000 കിട്ടാം. അങ്ങനെ വേരിയേഷൻസ് ഇതിൻ്റെ ഡിവൈസുകളുടെ പോരായ്മ കൊണ്ടോ അല്ലെങ്കിൽ പവർ ബാങ്കിൻ്റെ പോരായ്മ കൊണ്ടോ ചിലപ്പോൾ ഒരു 13,000 വരെയൊക്കെ ഒന്ന് താഴാം. അപ്പോൾ ആ ഒരു റേഞ്ചിലൊക്കെ ആയിരിക്കും ഇതിൻ്റെ ഒരു പവർ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ 10,000 mAh ആണെങ്കിലും നിങ്ങൾക്ക് ഈ രീതിയിലൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ അതിൻ്റെ ഒരു മാക്സിമം സെൽ കപ്പാസിറ്റി എത്രയാണെന്നുള്ള കാര്യം മനസ്സിലാക്കാനും സാധിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഈ പവർ ബാങ്കിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇനി 1-2 ഡൗട്ടുകളാണ്. നമ്മുടെ ഫോണിൻ്റെ നോർമൽ ചാർജറിൻ്റെ ആ ഒരു നോർമൽ കേബിൾ ഉപയോഗിച്ച് ഇത് ചാർജ് ചെയ്താൽ ക്വിക്ക് ചാർജ് ഒക്കെ സപ്പോർട്ട് ചെയ്യും. ആ ഒരു ക്വിക്ക് ചാർജിൻ്റെ അഡാപ്റ്റർ ഒന്നും വേണ്ട. ക്വിക്ക് ചാർജ് സപ്പോർട്ട് ചെയ്യുന്ന ഡിവൈസ് ആണെങ്കിൽ അതിൻ്റെ ആ USB കേബിൾ ഇതിൽ കണക്ട് ചെയ്താൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് ക്വിക്ക് ചാർജ് ചെയ്ത് കിട്ടും. ഇനി എത്ര ഡിവൈസുകൾ ഒരേ സമയം ചാർജ് ചെയ്യാം? 2 ഡിവൈസുകൾ ചാർജ് ചെയ്യാം. അതിനുള്ള 2 പോർട്ട് ഇതിനകത്തുണ്ട്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഡ്യൂറബിലിറ്റി എങ്ങനെയാണ്? ഡ്യൂറബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഇപ്പോഴേക്കും നല്ല കണ്ടീഷനാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല ഹാർഡായ ഒരു സർഫേസ് ഒക്കെ തന്നെയാണ്. അപ്പം നല്ല സ്ട്രോങ് ആയ ഒരു സംഭവമാണ്. അപ്പം നല്ലോണം ഡ്യൂറബിലിറ്റി ഉണ്ടാവുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അതേപോലെ ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി നല്ലോണം കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതെന്തായാലും ഭാവിയിൽ ഞാൻ ഒരു 3-4 മാസം കഴിയുമ്പോൾ ഇതിൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. ഇനി മറ്റൊരു ടിപ്പ് എനിക്ക് തരാനുള്ളത്, നിങ്ങൾ ഫ്ലിപ്കാർട്ടിൻ്റെ റിവ്യൂ പേജ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാവും. അതിനകത്ത് ഇതിൻ്റെ ഡ്യൂറബിലിറ്റിയെ കുറിച്ച് പലരും പറയുന്നുണ്ട്. താഴെ വീണാൽ പൊട്ടൊന്നും ഇല്ല, അങ്ങനെയുള്ള കംപ്ലൈൻസ് ഒന്നും കണ്ടില്ല. പക്ഷേ ഇതിൻ്റെ ബാറ്ററി പവർ ഒരു 3-4 മാസം കഴിയുമ്പോൾ കുറയുന്നതായിട്ട് ചില സുഹൃത്തുക്കൾ റിവ്യൂ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇത് സർവീസ് സെൻ്ററിൽ കൊണ്ടുപോയപ്പോൾ അവർ സർവീസ് ചെയ്ത് തരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു റിവ്യൂ കണ്ടു. അതിനകത്ത് ചിലപ്പോൾ അതിന് ന്യായമായ എന്തെങ്കിലും കാരണം ഉണ്ടാവും കേട്ടോ, അതുകൊണ്ടായിരിക്കും എന്ന് വിചാരിക്കാം. എന്തായാലും അങ്ങനെയുള്ള കമൻസുകളും കാണാം. അതിന് ജസ്റ്റ് ആ ഫ്ലിപ്കാർട്ടിൻ്റെ പ്രൊഡക്റ്റ് റിവ്യൂവിൻ്റെ ആ ഒരു സെക്ഷൻ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ ഒരു ചെറിയ ഐഡിയ, ഇതിൻ്റെ നെഗറ്റീവ് വശങ്ങൾ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് അവിടെ മനസ്സിലാവും. ഇപ്പോഴേക്കും നമ്മളെ സംബന്ധിച്ച് നെഗറ്റീവ്സ് ഒന്നും പറയാൻ നിവൃത്തിയില്ല, കാരണം ഇത് പെർഫെക്റ്റ് കണ്ടീഷനിൽ വർക്ക് ചെയ്യാണ്. അപ്പോൾ ഇതിനകത്ത് നെഗറ്റീവ് ഒന്നുമില്ല. ഇപ്പോൾ ഈ 1499 രൂപ കിട്ടാവുന്ന ഏറ്റവും നല്ല പവർ ബാങ്ക് ആയിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇനി ഒരു കാര്യം കൂടി നമുക്ക് വരാവുന്ന ഒരു സംശയം, ക്വിക്ക് ചാർജ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ്, പക്ഷേ ക്വിക്ക് ചാർജർ കിട്ടുമെന്ന് ചോദിച്ചാൽ കിട്ടില്ല. ഇതിൻ്റെ ഒപ്പം നമുക്ക് ഈ പവർ ബാങ്കും മൈക്രോ USB കേബിളും ഒരു യൂസർ മാനുവലും മാത്രമാണ് കിട്ടുന്നത്. ക്വിക്ക് ചാർജ് നമുക്ക് ഇതിൻ്റെ ഒപ്പം കിട്ടുന്നില്ല. അത് നമ്മൾ എക്സ്ട്രാ കാശ് കൊടുത്ത് വാങ്ങിക്കണം. എൻ്റെ കയ്യിൽ ഓൾറെഡി MIയുടെ ക്വിക്ക് ചാർജ് 3.0 ഉണ്ട്. അതുകൊണ്ട് എനിക്കിത് ക്വിക്ക് ചാർജ് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ എന്തായാലും ഒരു പവർ ബാങ്ക് വാങ്ങിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എത്ര ഫോൺ ഒരേ സമയം ചാർജ് ചെയ്യാൻ പറ്റും, അതേപോലെ ഇത് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുമോ, തിരിച്ച് മറ്റ് ഫോണുകൾ ചാർജ് ചെയ്യുമ്പോൾ ക്വിക്ക് ചാർജ് സപ്പോർട്ട് ചെയ്യുമോ, അതേപോലെ തന്നെ ടൈപ്പ് C പോർട്ട് ഉണ്ടോ എന്നും കൂടി ഇനി അങ്ങോട്ട് നോക്കാം. കാരണം ഇനി ടൈപ്പ് C പോർട്ടിൻ്റെ കാലമാണ്. അപ്പോൾ ടൈപ്പ് C പോർട്ടും കൂടി ഉള്ള പവർ ബാങ്കുകൾ എടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ കഴിവതും മാക്സിമം കപ്പാസിറ്റി ഉള്ള 20,000, പക്ഷേ അവരുടെ MI പവർ ബാങ്കാണ് എടുക്കുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നു 20,000 mAh പവർ ബാങ്ക് എടുക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ ഒരു മാക്സിമം കപ്പാസിറ്റി നമുക്ക് ഒരു 15,000 mAh ഒക്കെ കിട്ടും.
10,000 എടുത്തു കഴിഞ്ഞാൽ ഒരു 7,000 റേഞ്ചിലൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ കഴിവതും ഈ ഒരു പവർ ബാങ്ക് തന്നെ എടുക്കാൻ ശ്രമിക്കുക. ഇത് രണ്ടിൻ്റെയും 10,000 mAhൻ്റെയും അതുപോലെ 20,000 mAhൻ്റെയും പർച്ചേസ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. വേണ്ടവർക്കൊക്കെ അതിന് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ നോക്കി പർച്ചേസ് ചെയ്യാവുന്നതാണ്. എന്തായാലും എന്നെ സംബന്ധിച്ച് നല്ലൊരു പവർ ബാങ്ക് ആണ് ഈ MI പവർ ബാങ്ക് 2i എന്ന് പറയുന്ന 20,000 mAhൻ്റെ ഈ പവർ ബാങ്ക്. കൂടുതൽ വിശദാംശങ്ങളും ഭാവിയിൽ ഇതിന്റെ ഡ്യൂറബിലിറ്റിയും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഭാവിയിൽ വേറൊരു വീഡിയോയിൽ വരാം. എന്തായാലും ആ വീഡിയോസ് ഒക്കെ കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും കൊടുത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു ടെക് വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. ബൈ.